ഈ റിസൾട്ടിന് മുമ്പ് UPSC യു കട്ട് ചെയ്തിട്ട് PSC പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് വീട്ടിൽ പോകാൻ മടിയായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുക. എല്ലാവരും ചോദിക്കുമ്പോൾ എന്ത് പറയാമല്ലോ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ റിസൾട്ട് വന്നതിന് ശേഷം UPSC ക്ലിയർ ചെയ്ത ആളല്ലേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫുൾ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻ്റർവ്യൂവിന് പോകുന്ന അന്ന് ഞാൻ ടെൻഷൻ കാരണം എൻ്റെ ബോർഡ് മെമ്പർ ചെയറിൻ്റെ പേര് അവിടെ എഴുതി വെച്ചത് പോലും വായിച്ചില്ല. എത്ര സമയം ഇൻ്റർവ്യൂ ഞാൻ വായിച്ചിലും നോക്കിയില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ട് സാർമാർ ചോദിക്കുമ്പോഴാണ് ആരായിരുന്നു ബോർഡിൻ്റെ ചെയർ, എത്ര സമയം. ഈ യൂട്യൂബ് വീഡിയോസ് ഇപ്പം ശരത് സാറിനെയാണല്ലോ ഞങ്ങൾ പറഞ്ഞില്ലേ, ആ സ്ട്രാറ്റജി കാണും, അത് ഞങ്ങൾ അപ്ലൈ ചെയ്യും. നിനക്ക് എത്ര മാർക്ക് കിട്ടി, നിനക്ക് കൂടിയോ കുറഞ്ഞോ, അങ്ങനെയൊന്നും ഞങ്ങൾ പരസ്പരം ചോദിക്കില്ല. പക്ഷേ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നിനക്കിത് മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചി എനിക്ക് കിട്ടി പഠിക്കാൻ. നിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ശരിക്കും നമ്മൾ പാട്ട് പറയും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിടാൻ മാത്രം വരുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ കൂടെ കരയാനും കണ്ണീരൊപ്പി കൈത്താങ്ങി മുന്നോട്ട് പോകാനും എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് ശരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ലീഡിൻ്റെ ഷെഡ്യൂൾ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അനിൽ സ്വരൂപ് സാറ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, എന്ന് നമ്മൾ ഒരു പത്രം ആർട്ടിക്കിൾ എടുത്തിട്ട് അത് ഉറക്കെ വായിക്കുക, എന്നിട്ട് കണ്ണാടിയിൽ നോക്കി അത് സ്വന്തം വാക്കിൽ പറയാം. അത് ഞാൻ റെഗുലറായിട്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന പോലെ എന്നും രാവിലെ അത് ഞാൻ ചെയ്തിരുന്നു. സാറിനോട് സംസാരിക്കുന്ന ഈ മൂല്യങ്ങളും എൻ്റെ വാക്കുകളും എല്ലാം എൻ്റെ പേരൻസ് എനിക്ക് തന്നെയാണ്. അവരാണ് എന്നെ ഞാനാക്കിയത്. നമസ്കാരം. ഇന്ന് ലീഡ് IASന്റെ സക്സസ് പോഡിയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് അഞ്ജലിയാണ്. 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ 702 റാങ്ക് നേടി കുട്ടനാട്ടുകാരുടെ അഭിമാനമായി മാറിയ അഞ്ജലി. നമുക്ക് അഞ്ജലിയോട് പഠന രീതികളെക്കുറിച്ചും അതുപോലെ 4ാമത്തെ ശ്രമത്തിലാണ് അഞ്ജലി നേട്ടം കരസ്ഥമാക്കുന്നത്, അപ്പോൾ അതുവരെയുള്ള യാത്രയെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാവർക്കും സ്വാഗതം. അഞ്ജലി, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ഇതൊരു വലിയ യാത്രയായിരുന്നു അല്ലേ? വാട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദ റിസൾട്ട് വന്ന ശേഷം എങ്ങനെയാണ് ലൈഫ് മാറിയത്? ഞാൻ സാറിനോട് പറഞ്ഞ പോലെ തന്നെ ഈ റിസൾട്ടിന് മുമ്പ് UPSC യു കട്ട് ചെയ്തിട്ട് PSC പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് വീട്ടിൽ പോകാൻ മടിയായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുക. എല്ലാവരും ചോദിക്കുമ്പോൾ എന്ത് പറയാമല്ലോ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ റിസൾട്ട് വന്നതിന് ശേഷം UPSC ക്ലിയർ ചെയ്ത ആളല്ലേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫുൾ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമൊക്കെ അത് പ്രോസസ്സ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ അധികം ഇൻട്രാക്ഷൻ ഇല്ലാണ്ട് വീട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് എല്ലാവരും നമ്മൾ തിരക്കരുത്. ഒരു കൂട്ടർ പോയതിനെ അടുത്ത ആൾക്കാർ അനുമോദനമായിട്ട് വരിക. ആൻഡ് അതൊരു സന്തോഷകരമായൊരു തിരക്കാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. സാർ അതിൽ ഒരു മേജർ പാർട്ട് പ്ലേ ചെയ്ത ഒരാളാണ്. താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായിട്ടും താങ്ക് യു അഞ്ജലി. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ സാധാരണ ഗ്രാമപ്രദേശത്ത് നിന്നൊക്കെ വരുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു നേട്ടം ആ നാട്ടിനുണ്ടാവുന്നത്. ആ നാട്ടിൽ നിന്ന് ഒരാൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സാവുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നാട്ടിലെല്ലാവരും വന്ന് നേരിട്ട് വന്ന് അനുമോദിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ യാത്ര തുടങ്ങുന്നത് എന്ന് തൊട്ടാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്ന് അഞ്ജലി തീരുമാനിക്കുന്നത്? സ്കൂൾ കാലം തൊട്ടേ അങ്ങനെ തീരുമാനിച്ചിരുന്നു, അതോ കോളേജ് വിദ്യാഭ്യാസ കാലത്താണോ? സ്കൂൾ കാലം തൊട്ട്. ശരിക്കും USSൻ്റെ ഒക്കെ ഗിഫ്റ്റ് ചിൽഡ്രൻ്റെ സെലക്ഷൻ കിട്ടിയിരുന്നു. ആ സമയത്താണ് കളക്ടറിനെയൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അവർക്ക് ആ ഒരു അധികാരവും അവസരങ്ങളും സമൂഹ സേവനം ചെയ്യാനായിട്ട് കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നു. പിന്നെ അച്ഛനാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ ശിവാനന്ദൻ സാറിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാർ ഒരു തവണ നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആ ഓട്ടോഗ്രാഫ് സാർ എന്ന് തന്നത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ സാർ പറയുന്നുണ്ട്, കഠിനാധ്വാനവും പൂർണ്ണബുദ്ധിയുമാണ് നമുക്ക് വിജയത്തിന് അത്യാവശ്യം, അതും ഉണ്ടാകട്ടെ. അപ്പം ആ ഒരു സ്കൂൾ കാലഘട്ടം മുതൽ ഇത് മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷമാണ് ഞാനത് ഫുൾ ടൈം പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഓക്കെ. ജിയോളജി ആയിരുന്നു ബിരുദ വിഷയം. അതിനുശേഷം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. ആ കോളേജ് സമയത്ത് ഏതെങ്കിലും രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? എന്തെങ്കിലും ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ചില ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്പുകൾ. അഞ്ജലി അങ്ങനെ എന്തെങ്കിലും, പ്രത്യേകിച്ച് ടാറ്റ ടിസ്സിലെ പഠനകാലത്ത് എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു? സാർ, ഞാൻ ഡിഗ്രി സമയത്ത് വീക്കെൻഡ് ബാച്ച് സ്റ്റേറ്റ് അക്കാഡമിയിൽ പോയിരുന്നു. PG സമയം ശരിക്കും എനിക്കത് ന്യൂ എക്സ്പ്ലോറേഷൻ ടൈമായിരുന്നു. അതുകൊണ്ട് ഞാൻ UPSC അന്നേരം പ്രിപ്പയർ ചെയ്തില്ല അധികം. പക്ഷേ നമ്മൾ പത്രം വായിക്കുക, അങ്ങനെ ബേബി സ്റ്റെപ്സ് എടുത്തിരുന്നു. കൂടുതലും ടെസ്റ്റിലെന്ന് വെച്ചാൽ നമ്മൾ ഒരു മിനി ഇന്ത്യ എന്ന് ഞങ്ങൾ എപ്പോഴും പറയും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുക. അപ്പോൾ ആ ഒരു റിയൽ എക്സ്പീരിയൻസ്, ആ ഗ്രാസ് റൂട്ട് ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ടെസ്റ്റിൽ. അക്കാഡമിക്കലി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിരുന്നു എന്നല്ലാതെ ഒരു കോച്ചിങ് ആ സമയത്ത് ചെയ്തില്ല. പക്ഷേ അന്നത്തെ എക്സ്പീരിയൻസസ് വളരെ നമ്മളൊരു മോൾഡ് ചെയ്യുന്നതിന് സഹായിച്ചിരുന്നു. അത് ശരി. അപ്പോൾ നാലാമത്തെ ശ്രമത്തിലാണ് ഒടുവിൽ പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. കഴിഞ്ഞ അറ്റംപ്റ്റുകൾ അപേക്ഷിച്ച് ഈ വർഷം എന്താണ് വ്യത്യസ്തമായി അഞ്ജലി ചെയ്തത്? സോ ദാറ്റ് ദ റിസൾട്ട് ചേഞ്ച്ഡ്.
സോ ഞാൻ കഴിഞ്ഞ സമയത്തൊക്കെ ടോപ്പർ ആകാൻ എന്ത് ചെയ്യണമെന്ന് എക്സ്ട്രാ ഓർഡിനറി ടിപ്സ് നോക്കി ടോപ്പർ സ്റ്റോക്ക് കണ്ടുകൊണ്ട് പലതും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇത്തവണ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഇതിൻ്റെ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ അങ്ങനെ ആ ഓരോ കടമ്പയ്ക്കും അതിൻ്റെ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യാൻ എൻ്റെ സോട്ടിനെ എങ്ങനെ മോൾഡ് ചെയ്യാം, അതിന് ബേസിക്കായിട്ട് എന്ത് ചെയ്യണം, ആ ബേസിക്കിൽ ഫോക്കസ് ചെയ്തു, പ്രയോറിറ്റൈസ് ചെയ്തു. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ബാക്കി ചെയ്യും. ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സാറിനറിയാം, എനിക്ക് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ നമ്മൾ വർത്തമാനം പറയാതെ ഇരുന്നിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാറിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഞാൻ റെഗുലറായിട്ട് വരുമായിരുന്നു. കാര്യം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലേ പോലും സാറിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷന് കൃത്യസമയത്ത് വരുമായിരുന്നു. അത് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ബേസിക് ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യാൻ വേണമെന്ന് എനിക്കന്ന് തോന്നി. അപ്പം അങ്ങനെ ബേസിക്കിൽ ഫോക്കസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്തപ്പം ദൈവം ഈ ഒരു റിസൾട്ട് തന്നു. തീർച്ചയായിട്ടും ആ ഒരു എഫേർട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അഞ്ജലി ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള റെഗുലർ അറ്റൻഡൻസ് മാത്രമല്ല ആ ഒരു പ്രോഗ്രാമിനെ എൻട്രി ചെയ്ത ഒരാളുകൂടിയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഈ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷനിലൂടെയാണോ എന്താണ് ആ ഒരു പ്രോസസ്സ്? പ്രത്യേകിച്ചും നമ്മൾ ഒന്നിലധികം അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ഡൗൺ ആവുക സ്വാഭാവികമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് എന്താണ് നമ്മുടെ പരീക്ഷ ഡിമാൻഡ്സ് നമ്മൾ തിരിച്ചറിയുന്നതോടൊപ്പം നമ്മുടെ വീക്ക്നെസ് എങ്ങനെയാണ്, അഞ്ജലി എങ്ങനെയാണ് സ്വന്തം വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്തത് എന്നുള്ള ആ പ്രോസസ്സ് ഒന്ന് വിശദീകരിക്കാം. സർ, ഒന്നാമത് എൻ്റെ ഇൻട്രസ്റ്റ് ആണ് സെൽഫ് റിഫ്ലക്റ്റീവ് ജേർണലിങ്. അതായത് നമ്മൾ മനസ്സിൽ വരുന്ന എല്ലാം അങ്ങ് എഴുതുക. അപ്പം നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു ഫീൽ വരും, നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ എനിക്ക് നല്ല വീട്ടുകാരെയും കൂട്ടുകാരെയും തന്നു. അവരെൻ്റെ നല്ല വശം മാത്രമല്ല, എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കി. അവർ ഈ സിവിൽ സർവീസ് ഫീൽഡിലുള്ളവരായിരിക്കണമെന്നില്ല, പക്ഷേ എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്ന് അവർ മനസ്സിലാക്കിയിട്ട് നിൻ്റെ ഈ ഒരു ഏരിയ നീ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഇമ്പ്രൂവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്ന കൂട്ടുകാരാണ്. അതുപോലെ തന്നെ ഗൈഡ് ചെയ്യാൻ മെൻറ്റേഴ്സ്. ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് സാറാണ് കൂടുതൽ സപ്പോർട്ട് നമുക്ക് തന്നത്. അതുപോലെ ഓരോരുത്തരും പറയുന്ന ഓരോ മോക്ക് ഇൻ്റർവ്യൂ ആണെങ്കിലും 1-on-1 സെഷൻ ആണെങ്കിലും അവർ പറയുന്ന ഓരോ വാക്കിനെ ഞാൻ സീരിയസ് ആയിട്ട് കേട്ട് അതിലൂടെ ആ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ചെയ്തു. ഓക്കെ, ജേർണലിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ശരി. ഇനി 3 സ്റ്റേജസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിലിമിനറി പരീക്ഷയാണ് പലർക്കും ഏറ്റവും ടഫ്. അപ്പോൾ അഞ്ജലിക്ക് ഏതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടം 3-ൽ? എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ആയില്ല. അപ്പോൾ അത് ചാലഞ്ചിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ശരത് സാറിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ ആൻസി ചേച്ചിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ യൂട്യൂബ് വീഡിയോയിൽ സാർ പറയുന്ന സ്ട്രാറ്റജീസ് ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതൊരു 5-10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം പ്രിലിംസിൻ്റെ GS നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന തലമായി. പിന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകൾ എടുത്തു. പക്ഷേ എനിക്ക് CSAT ചാലഞ്ചിങ് ആയിരുന്നു. അപ്പം ഡെയിലി ടൈമർ വെച്ചിട്ട് CSATൻ്റെ ചെയ്തപ്പം അതും നമുക്ക് മാനേജ് ചെയ്യാവുന്ന ലെവലെത്തി. മെയിൻസിൻ്റെ എനിക്ക് സ്പീഡ് ചാലഞ്ചിങ് ആയിരുന്നു. അപ്പം അതും ടൈമർ വെച്ചിട്ട് ടെസ്റ്റ് എഴുതി. പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു. അതെൻ്റെ മെയിൻസിൻ്റെ മെൻറ്റർ പറഞ്ഞതനുസരിച്ച് ചെയ്തു. ഇൻ്റർവ്യൂവിന് എനിക്ക് സംസാരിക്കാൻ തന്നെ മടിയായിരുന്നു. അപ്പോൾ സാറിൻ്റെ സെഷൻ, അങ്ങനെ ഓരോ സെഷനിലും അതിൻ്റേതായ ചാലഞ്ചസ് ഉണ്ട്. അപ്പം അത് നമ്മുടെ സോട്ട് വെച്ച് ഏതാണ് പിൻ പോയിന്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്തു. ഓക്കെ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അതൊരു ഗെയിം ചേഞ്ചർ ആണ് അല്ലേ? അത് സോൾവ് ചെയ്യുന്നതോട് കൂടിയാണ് പ്രിലിമിനറി പരീക്ഷ എന്ന കടക്കാൻ പറ്റിയത്. അപ്പോൾ അത് ഇപ്പോൾ ശരത് സാറിൻ്റെ സെഷൻസ് കണ്ടു എന്ന് പറഞ്ഞു. അതല്ലാതെ എത്ര വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിരുന്നു? അതെനിക്ക് എൻ്റെ ഈ 4 വർഷത്തെ ജേർണി ആയതുകൊണ്ട് ഒരു 2013 പാറ്റേൺ ചേഞ്ച് ചെയ്തപ്പോഴത്തോട്ട് ഞാൻ ചെയ്തിരുന്നു. ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു 5 വർഷത്തെ എടുത്താലും മതിയായിരിക്കും. ഓക്കെ, അതല്ലാതെയുള്ള ഇപ്പോൾ മറ്റ് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അത് എത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു? ഇപ്പോൾ പലരും ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യും, പക്ഷെ അത് റിവൈസ് ചെയ്യാൻ സമയം കിട്ടാറില്ല അല്ലേ, അനലൈസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ അതെന്തായിരുന്നു അഞ്ജലിയുടെ പ്രോസസ്സ്? എത്ര ടെസ്റ്റ് വരെ ചെയ്യുമായിരുന്നു ഒരു അറ്റംപ്റ്റിന്? സാർ, ഞാൻ നമ്പർ അല്ല നോക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഷെഡ്യൂൾ പ്രകാരം പഠിച്ചിട്ട് അത് എടുക്കുക. ഒരൊറ്റ ഷെഡ്യൂൾ വെച്ചിട്ടുള്ള അവരുടെ മോക്ക് ടെസ്റ്റ് മാത്രം എടുക്കുക. അല്ലാതെ മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് എനിക്ക് പ്രാക്ടിക്കലായി തോന്നിയില്ല. എന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അതിന് നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ടാകുമല്ലോ. അപ്പം ആ മെൻറ്റർ പറയുന്ന ഓരോ ടെസ്റ്റിനെ ഞാൻ സെൽഫ് അനലൈസ് ചെയ്തു, അത് കഴിഞ്ഞ് മെൻറ്ററായിട്ട് അനലൈസ് ചെയ്തു. എന്നിട്ട് അതിൽ ഓരോ ചോദ്യം എങ്ങനെ ശരിയാക്കാമായിരുന്നു, തെറ്റിയതും സ്കിപ്പ് ചെയ്തതും ഉൾപ്പെടെ എങ്ങനെ ശരിയാക്കാമായിരുന്നു എന്ന് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്തു. ഞാൻ നമ്പറിൽ ഫോക്കസ് ചെയ്തില്ല. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഫുള്ള് കറക്റ്റായ ഷെഡ്യൂൾ പ്രകാരം എടുത്തു ചെയ്തിട്ട്. ഓക്കെ, അപ്പം ആൻസർ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം. എനിക്കൊന്ന് മെയിൻസിൻ്റെ ഒരു മെയിൻ കടമ എന്ന് പറയുന്നത് ഉത്തരങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ അത് ക്വാളിറ്റി ഉണ്ടാവുന്നതാണ്. എന്ന് തൊട്ടാണ് ആൻസർ റൈറ്റിംഗ് അഞ്ജലി തുടങ്ങിയത് പ്രിപ്പറേഷൻ സൈക്കിളിൽ? ടോപ്പർ സ്റ്റോക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇപ്പോഴേ തുടങ്ങിയേക്കാന്ന്. അങ്ങനെ ഞാനും അപ്പോഴേ തുടങ്ങി. പക്ഷേ അതത്ര റെഗുലറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ മെയിൻസിൻ്റെ മെൻറ്ററിൻ്റെ മുന്നിൽ ഞാൻ ചെന്നിട്ടുണ്ട്, സാർ ഒന്നും നടക്കുമെന്ന് തോന്നില്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല.
അപ്പോൾ സാറ് ലാസ്റ്റ് മോക്ക് ടെസ്റ്റിൻ്റെ പേപ്പർ എൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കി, ഇതിലെ മാർക്ക് നോക്ക്, ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലേ. അത് എനിക്കൊന്ന് ആ ഒരു എണ്ണമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ പേപ്പറും കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ സാറിന് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇത് കിട്ടും. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ സാർ തന്ന ആ പേപ്പർ എടുത്തിട്ട് ഞാൻ പറയാം, എനിക്ക് കിട്ടും, സാറ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മെയിൻസ് സാറിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ക്ലിയർ ആയത്. അങ്ങനെ എനിക്കിപ്പോഴും അതിൻ്റെ ആ ഒരു സ്പീഡ് ചാലഞ്ചിങ് ആണ്. അല്ലേ, സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ മെഷേഴ്സ് എടുത്തിരുന്നോ? ഞാൻ പേന പിടിക്കുന്ന രീതി വരെ മാറ്റി, പിന്നെ ടൈമർ വെച്ചിട്ട് എഴുതുന്നുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് അതിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓപ്ഷണൽ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഓപ്ഷണൽ തിരഞ്ഞെടുത്ത മലയാള സാഹിത്യമാണ്. എന്തായിരുന്നു അതിന് കാരണം? പ്രത്യേകിച്ചും സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് പഠിച്ചത്, ജിയോളജിയാണ്. സയൻസിൽ നിന്ന് എന്തുകൊണ്ടാണ് മലയാളം ലിറ്ററേച്ചർ തിരഞ്ഞെടുത്തത്? മലയാളം എനിക്ക് ചെറുതിലോട്ട് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ്, വായിക്കാൻ ഇഷ്ടം. അതുപോലെ തന്നെ സ്കൂൾ തൊട്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ മലയാളം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫേവറേറ്റ് ടീച്ചേഴ്സ് മിക്കവരും മലയാളം പഠിപ്പിക്കുന്നവരാണ്. പിന്നെ എനിക്ക് അപ്പം മലയാളത്തിനോട് പൊതുവേ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ജിയോളജി ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, അപ്പോൾ അത് എടുക്കണമെന്ന്. അന്നേരം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും സിലബസും ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി എനിക്ക് കുറച്ചുകൂടി എഫേർട്ട്, കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള മലയാളം. ജിയോളജി ഞാൻ പഠിക്കണം, പക്ഷേ മലയാളം ആകുമ്പോൾ എനിക്കൊരു റിലാക്സ് ചെയ്ത് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ അത് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷണൽ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ താല്പര്യമാണോ അഭിരുചിയാണോ നോക്കേണ്ടത്, അതോ സ്കോറിംഗ് ആണോ? അങ്ങനെ പൊതുവെ പറയാറുണ്ടല്ലോ. സോ രണ്ടും നോക്കണം, പക്ഷേ താല്പര്യം നോക്കാതെ സ്കോറിംഗ് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ മാത്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോറിംഗ് ആണെന്ന് പറഞ്ഞിട്ടും എനിക്കത് എഫക്റ്റീവ് ആണോന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് താല്പര്യമാണ്, പക്ഷെ ചിലത് താല്പര്യമുള്ളതാണ്, സ്കോറിംഗ് ആണോ എന്നില്ല. അപ്പം നമ്മൾ പിന്നീട് ഇപ്പം ചില ടോപ്പേഴ്സ് ഓപ്ഷനിൽ മാറ്റിയതിന് ശേഷം ടോപ്പറായ ഇതുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് മാറ്റേണ്ടി വന്നാൽ ചാലഞ്ചിങ് ആയിരിക്കും. അതുകൊണ്ട് രണ്ടും നോക്കി നമ്മൾ ബുദ്ധൻ പറയുന്ന ഒരു മിഡിൽ പാത്താണ് നല്ലത്. ഓക്കെ, തീർച്ചയായിട്ടും അതിൽ കുറച്ച് പ്രാഗ്മാറ്റിക് ആവുകയാണ്, അതേ സമയത്ത് താല്പര്യം. അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇപ്പോൾ എസ്സേ എന്ന് പറയുന്ന ഉപന്യാസം പേപ്പർ. അപ്പോൾ എസ്സേ പേപ്പറിന് അതിനുവേണ്ടി പ്രത്യേക എന്തെങ്കിലും ട്രെയിനിങ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിരുന്നോ, അതോ നേരത്തെ എഴുതാനൊക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും എഴുതുകയാണോ ചെയ്തത്? എന്താണ് അതിൻ്റെ ഒരു? ഞാൻ പണ്ട് എസ്സേക്കൊക്കെ സമ്മാനം കിട്ടിയപ്പോൾ വിചാരിച്ചു സ്വാഭാവികമായിട്ട് വരും, പക്ഷേ അതെൻ്റെ ഫസ്റ്റ് മെയിൻസിന് പണി തന്നു. അപ്പം ഞാൻ ആ സ്ട്രാറ്റജി മാറ്റി. അതിനുശേഷം എൻ്റെ മെൻറ്റർ, ശരിക്കും മിസ്സിനെ സമ്മതിക്കണം, ഞാൻ എഴുതിയ എസ്സേ രണ്ടാമത് വായിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല, പക്ഷേ മിസ് അതിൽ ഓരോ വാക്കും വായിച്ചിട്ട് ഇന്നയാണ് ഫീഡ്ബാക്ക് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതിൽ വർക്ക് ചെയ്തു. അങ്ങനെ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു. മാക്സിമം എസ്സേ എഴുതുന്നേക്കാൾ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ചെയ്തത്. ഒരു 15 മിനിറ്റ് ടൈമർ വെച്ചിട്ട് അതിൽ വരാവുന്ന പോയിന്റ്സ് സ്ട്രക്ചർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ആ ടെസ്റ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള എസ്സേ മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ സമയത്തൊക്കെ ചെയ്ത ഉപന്യാസ മത്സരങ്ങൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ക്വിസിങ് ഇങ്ങനത്തെയൊക്കെ, അത് എത്രമാത്രം ഈ പരീക്ഷയുടെ ഈ ജേണിയിൽ പ്രിപ്പറേഷൻ്റെ സമയത്തും പരീക്ഷ എഴുതുമ്പോഴും സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഇൻ്റർവ്യൂ സ്റ്റേജാണ്. നേരത്തെ പ്രസംഗം അങ്ങനെയൊക്കെ പങ്കെടുക്കുമായിരുന്നു, പക്ഷേ ഈ 4 വർഷം മനുഷ്യരോട് മിണ്ടായിരിന്നിട്ട് ഞാൻ സാറിനോട് ഞാൻ പറയില്ലേ, സാർ എങ്ങനെ സംസാരിക്കുമെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മൊമെൻറ്റിൽ അത് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു തോന്നുന്നു. കാരണം പെട്ടെന്ന് ഡേറ്റ് വന്നു. 1 മാസത്തിനുള്ളിൽ നമ്മുടെ കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വർക്ക് ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്കില്ലൊക്കെ എനിക്ക് പോയെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞു, ഒരു ഇരുമ്പ് വെറുതെ ഉപയോഗിക്കാതെ വരുന്നത് തുരുമ്പ് അടിക്കാതിരിക്കാം, പക്ഷേ അതൊന്ന് രാഗി മെടുക്കുന്നതാണ് പുതിയതായിട്ട് ഒരു ഇരുമ്പ് ഉണ്ടാക്കുന്നേക്കാൾ എളുപ്പം. അപ്പം നമ്മൾ അറിയാതെ നമ്മൾ ഈ ചെയ്തതൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്തിരുന്നു എന്ന് ആ ഒരു ഇൻ്റർവ്യൂ ദിവസം എനിക്ക് മനസ്സിലായി. അതായത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് അതുപോലെയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് അല്ലേ. ഇപ്പോൾ നേരത്തെ തന്നെ സ്കൂളുകൾ, ഇപ്പോൾ സാധാരണ സർക്കാർ സ്കൂളൊക്കെ പഠിച്ച നമ്മളെ പോലെ ആ ഒരു സമയത്തെ പല മത്സരങ്ങൾ കൊണ്ടും ഒക്കെ നമ്മളെ പൊതു കാര്യങ്ങളെക്കുറിച്ചും പൊതുവിജ്ഞാനത്തിൻ്റെ ഒക്കെ ഒരു മേഖലയിലേക്ക് അധ്യാപകരൊക്കെ നയിക്കാറുണ്ട്, അതുപോലെ രക്ഷിതാക്കളും. അപ്പോൾ ആ രീതിയിലൊരു അഭിരുചി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശ്രദ്ധ അതും പ്രിപ്പറേഷൻ സഹായിച്ചിട്ടുണ്ടോ? പൊതുവെ കാര്യങ്ങളെ നോക്കുകയും അതിനെ എന്താ പറയുക വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം അതും പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന സമയം? കറണ്ട് അഫയേഴ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പത്രം വായിക്കാൻ മടിയുള്ള ഒരാളാണ്. ഈ പ്രസംഗ മത്സരത്തിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഫീഡ്ബാക്ക് കിട്ടുന്നവർ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ പത്രമൊക്കെ വായിക്കണം, എഡിറ്റോറിയൽ പ്രത്യേകം വായിക്കണം. ഞാനിങ്ങനെ ആദ്യമൊക്കെ കളക്ട് ചെയ്തിങ്ങനെ വെക്കുമായിരുന്നു കെട്ട് കണക്കിന്, പക്ഷെ വായിക്കത്തില്ല. അതിനുശേഷം സിവിൽ സർവീസിന് വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തൊക്കെ വന്നാലും ഒരു ന്യൂസെങ്കിലും എഡിറ്റോറിയൽ ഡെയിലി വായിക്കണം. പക്ഷേ അതിന് ശേഷമാണ് ശരിക്കും റെഗുലറായിട്ട് പത്രം വായിക്കുന്ന ഒരു ശീലം വന്നത്.
എങ്കിലും വീട്ടിൽ അച്ഛൻ ഇങ്ങനെ വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു അഭിപ്രായ രൂപീകരണം നടന്നിരുന്നു. എന്നാലും റെഗുലർ പത്രം വായിക്കുന്നത് സിവിൽ സർവീസ് ജേർണിക്ക് വന്നതിന് ശേഷമാണ്. റെഗുലറായിട്ട് ദ ഹിന്ദു ന്യൂസ് പേപ്പറാണ്. എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ. അത് ശരി. അപ്പോൾ അതിലെ നോട്ട് മേക്കിംഗ് ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആർട്ടിക്കിൾ ഈ മുഖപ്രസംഗം വായിക്കുന്നു, എഡിറ്റോറിയൽസ്. ബട്ട് അത് നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കീവേഡ്സ് എങ്കിലും നോട്ട് ചെയ്തില്ലെങ്കിൽ ഇത് മറന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നു നോട്ട് മേക്കിങ്ങിൻ്റെ രീതി? സർ, ഞാൻ പല സ്ട്രാറ്റജി ട്രൈ ചെയ്തു. പക്ഷേ ഇത്തവണ എനിക്ക് എഫക്റ്റീവ് ആയി തോന്നുന്നത് വെച്ചാൽ ഞാനൊരു ഗൂഗിൾ ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് മെയിൻസിൻ്റെ സിലബസ് വെച്ചിട്ട് കോളം ഡിവൈഡ് ചെയ്തിട്ട് ഡയറക്റ്റ് മെയിൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിരുന്നത്. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതിൻ്റെ കമ്പൈൽ ചെയ്തിട്ട് പ്രിലിം സ്പെസിഫിക് മെയിൻ സ്പെസിഫിക് തരുന്നുണ്ട്. അത് റിവൈസ് ചെയ്ത് തീർക്കാൻ പോലും സമയം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഈ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യാനും സമയം ഉണ്ടാവില്ല, ഇത് ചെയ്യാനും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വെച്ചു എല്ലാം കൂടി അങ്ങ് ചെയ്യേണ്ട ബേസിക്. അതുകൊണ്ട് കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കമ്പൈലേഷനാണ് ഞാൻ റിവൈസ് ചെയ്യേണ്ടത്. എന്നിട്ട് മെയിൻസിന് ഉപയോഗിക്കാവുന്ന കീ പോയിന്റ്സ് മാത്രം പത്രത്തിൽ നിന്ന് ഈ സ്പ്രെഡ്ഷീറ്റിലോട്ട് നോട്ട് ഡൗൺ ചെയ്തു. ഓക്കെ. അത് പ്രിലിംസിന് വേണ്ടി മെയിൻസിന് വേണ്ടിയായിരുന്നു? പ്രിലിംസിന് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ശേഷവും പത്രവായന തുടർന്നു അല്ലേ? മെയിൻസ് വരെയുള്ള സമയത്ത് തുടർന്നിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂ ഈ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ സർക്കിളിൽ നിന്നൊക്കെ മാറി ഐസൊലേറ്റഡ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക അല്ലേ? പ്രത്യേകിച്ച് 3-4 വർഷങ്ങൾ അങ്ങനെ ഉണ്ടാകും. എത്രമാത്രം പാടായിരുന്നു ആ ഒരു ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ? എന്തായിരുന്നു പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി? എൻ്റെ ഒരു ട്രാൻസിഷൻ കണ്ട ഒരാളാണ് സാറ്. ആദ്യമൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് എന്ത് പറയണം, എങ്ങനെയാകുമെന്ന് മൊത്തത്തിൽ ടെൻഷനാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ തുടങ്ങി, 1-on-1 സെഷൻസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഐസ് ശരിക്കും ബ്രേക്ക് ചെയ്തു. എങ്കിലും ഇൻ്റർവ്യൂവിന് പോകുന്ന അന്ന് ഞാൻ ടെൻഷൻ കാരണം എൻ്റെ ബോർഡ് മെമ്പർ ചെയറിൻ്റെ പേര് അവിടെ എഴുതി വെച്ചത് പോലും വായിച്ചില്ല. എത്ര സമയം ഇൻ്റർവ്യൂവിന് ഞാൻ വായിച്ചിട്ട് നോക്കിയില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ട് സാർമാർ വയ്ക്കുമ്പോഴാണ് ആരായിരുന്നു ബോർഡിൻ്റെ ചെയർ, എത്ര സമയം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബോർഡിൽ തന്നെ ഉണ്ടായിരുന്നു വേറൊരു കുട്ടിയാണ് പറഞ്ഞത്, ബി സ്വെയിൻ സാറായിരുന്നു ബോർഡെന്ന്. അത്ര ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവാനുഗ്രഹം. പിന്നെ നമ്മളൊരു പ്രിപ്പറേഷൻ ബേസിക് ഡിമാൻഡിന് എന്ത് ചെയ്യണം അത് പ്രാക്ടീസ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷന് വന്നിരുന്നു. അതുപോലെ പേടിയുണ്ടെങ്കിലും ഫീഡ്ബാക്ക് മോശമാണെന്ന് വന്നാൽ പോലും കൃത്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഐസ് ഗ്രാജുവലി ബ്രേക്ക് ആയി. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു ഉച്ച നേരത്തെ 2 മണിക്കാണല്ലോ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. റെഗുലറായി വന്നു എന്ന് മാത്രമല്ല, അഞ്ജലി പലപ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുള്ളത് ആ ബ്രെവിറ്റി, പറയുന്ന കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റിയും അതിൻ്റെ ബ്രെവിറ്റി, ചുരുക്കം വാക്കുകൾ അഞ്ജലി അതിൻ്റെ പല ഡയമെൻഷൻസും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഗ്രൂപ്പ് ഡിസ്കഷൻ അതിനൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ മറ്റൊരു കാര്യമാണ് ഇൻ്റർവ്യൂ ദിവസം. അന്നത്തെ ദിവസത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു? ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാനിങ്ങനെ ടെൻഷൻ അച്ഛനായിട്ടാണ് പോയത്. തണുപ്പ്, മകരസംക്രാന്തിയുടെ അന്ന് കേരള ഹൗസിൽ അവിടെ ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയപ്പം ഞാനിങ്ങനെ പൊതുവേ രാവിലെ ആരെ കണ്ടാലും ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറയും. അപ്പം അവിടുത്തെ സെക്യൂരിറ്റി അങ്കിളിനോട് ഞാനിങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഇത്തവണ പക്കായിട്ട് ലിസ്റ്റിൽ വന്നിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇറങ്ങുന്ന സമയത്ത്. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല, എന്നാലും അത് പറഞ്ഞതുപോലെ വന്നു. അങ്ങനെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു, ഇപ്പം ബോർഡാണെങ്കിലും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള സ്റ്റാഫാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുക. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്താകുമെന്നല്ലാതെ അവർ നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബോർഡ് മെമ്പേഴ്സ് ആണെങ്കിലും കഥയൊക്കെ പറഞ്ഞ സാറിൻ്റെയൊക്കെ പറഞ്ഞില്ലേ, കഥയൊക്കെ പറഞ്ഞ് നമ്മളൊരു കൊച്ചർത്താനം പറഞ്ഞിരിക്കുന്ന പോലെ അവർ നമ്മളോട് എൻ്റെ ചോദിച്ചു ഞങ്ങളായിട്ടുള്ള കോൺവെർസേഷൻ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. ആ ഒരു ലെവലിലെത്തി. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നെങ്കിലും മൊത്തത്തിൽ അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ ചോദ്യങ്ങളും കേരള സംസ്ഥാനത്തെക്കുറിച്ചും അതുപോലെ മലയാള സാഹിത്യത്തെക്കുറിച്ചും വന്നു അല്ലേ? അതൊരു അനുകൂല ഘടകമായിട്ട്. അതെ അതെ. ഓക്കെ. ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മെയിൻസ്, പ്രിലിമിനറി 3 ഘട്ടങ്ങൾ, അതിപ്പോൾ വീണ്ടും രണ്ടാമതൊരു തവണ കൂടി എഴുതേണ്ടി വരുന്നു, അല്ലെങ്കിൽ 3ാം പ്രിലിമിനറി ഓരോ തവണ. വാട്ട് കെപ്റ്റ് യു ഗോയിങ് ഓൾ ദീസ് ഇയേഴ്സ്? കാരണം ഒരു എളുപ്പമുള്ളൊരു യാത്രയല്ലല്ലോ, പ്രത്യേകിച്ച് ഒരുപാട് നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് അഞ്ജലി ആ ഒരു സമയത്ത് മറികടന്നത്? അത് ദൈവം എനിക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം തന്നു. ശരിക്കും എൻ്റെ ഫ്രണ്ട്സും ഫാമിലി, ഞാൻ ഈ 3rd അറ്റംപ്റ്റ് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയി, ഒരു പേജ് പോലും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് IAS ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ നീ അതായോ ഇല്ലയോ എന്നതിനുപരിയായി നിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ശരിക്കും നമ്മൾ പാട്ട് പറയും കരയുമ്പോൾ കൂടെ കരയാൻ നീന്നിഴൽ മാത്രം വരുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ കൂടെ കരയാനും കണ്ണീരൊപ്പി കൈത്താങ്ങി മുന്നോട്ട് പോകാനും എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ 24 ഞാൻ എഴുതുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം. പിന്നെ നമ്മുടെ സാറുമാരാണ്, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴും നിനക്ക് പറ്റുമെന്ന് പറയുന്ന നല്ല സാറുമാർ, അങ്ങനെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ദൈവം തന്നെ. അപ്പോൾ അവർ ശരിക്കും ഒരു സ്ട്രോങ് വോളാണ്.
ഇപ്പം എനിക്ക് വേറെ ജോലിക്ക് ഇപ്പോൾ കൂടെ കല്യാണം കഴിച്ചുകൂടെ നിങ്ങൾ പലരും പറയുമ്പോൾ അതെന്നെ എഫക്റ്റ് ചെയ്യാത്ത പോലെ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. അത് ശരിക്കും ഒരു മേജർ ഫാക്ടർ. തീർച്ചയായിട്ടും സോഷ്യൽ പ്രഷറും അതുകൊണ്ട് അധികം ആ ഒരു രീതിയിൽ ചുറ്റും ഉണ്ടാവും, ഒരുപക്ഷെ നമ്മളിലേക്ക് എത്താതെ പാരന്റ്സ് അത് നമ്മൾ പൊതിഞ്ഞ് സംരക്ഷിച്ചെന്ന് പറയാം അല്ലേ. അതുപോലെ കർണന്റെ കവചകുണ്ടലം പോലെ അവരെന്നെ സംരക്ഷിച്ചു. തീർച്ചയായിട്ടും എളുപ്പമുള്ളൊരു ജേണിയല്ല അവരെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുള്ളതാണ്. ഈ ഒരു സപ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. പാരൻറ്റിങ് എനിക്ക് തോന്നുന്നു അച്ഛനോട് സംസാരിച്ചപ്പോഴും അഞ്ജലിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു പാരൻറ്റിങ്ങിന് വലിയൊരു റോളുണ്ട് അല്ലേ, നമ്മുടെ കുട്ടികളെ ഒരു മേഖലയിലേക്ക് ഒരു വഴി കാട്ടി കൊടുക്കാൻ. പലപ്പോഴും അവർക്ക് ഒരു പക്ഷേ പ്രിപ്പറേഷനിൽ നേരിട്ട് സഹായിക്കാൻ പറ്റണമെന്നില്ല, നോളജ് വൈസോ അല്ലെങ്കിൽ അക്കാഡമിക് രീതിയിൽ. പക്ഷേ അതല്ലാതെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചില വഴികൾ ഉണ്ടെന്ന് കണ്ടെത്തി പറഞ്ഞു തരാനോ പാരൻറ്റിങ്ങിന് അഞ്ജലിയുടെ അഭിപ്രായത്തിൽ എത്രമാത്രം റോളുണ്ട്? നമ്മുടെ ഇപ്പം മലയാളികൾ പ്രത്യേകിച്ച് അടുത്ത കാലത്താണ് സിവിൽ സർവീസിലേക്ക് ഇങ്ങനെ വരുന്നത്. പാരൻറ്റിങ്ങും ഒരാളുടെ കരിയറും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്ന് അഞ്ജലിക്ക് തോന്നുന്നു? അതിപ്പം എൻ്റെ അച്ഛൻ ടീച്ചറാണ്, അമ്മ നഴ്സാണ്. രണ്ടുപേർക്കും അങ്ങനെ ഇരുന്ന് പഠിപ്പിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് 0 കിട്ടിയാൽ പോലും എനിക്ക് ഒപ്പിട്ട് തരും പ്രോഗ്രസ് കാർഡിൽ. അങ്ങനെ മാർക്കിൻ്റെ പേരിൽ എന്നെ വഴക്ക് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഞാൻ ഇന്ന് പാലിക്കുന്ന പല മൂല്യങ്ങളും അവരിൽ നിന്ന് ഞാൻ കണ്ടുപഠിച്ചതാണ്. എൻ്റെ ഇടയ്ക്ക് ഒരിക്കലും പഠിക്കുന്നോ ഇത് ചെയ്യുന്നോ അവർ പറയില്ല, പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരത് പ്രാവർത്തികമാക്കിയത് ഞാൻ കണ്ടുപഠിച്ചു. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് സാലറി കിട്ടുമ്പം എനിക്കും ചേച്ചിക്കും എടുക്കാൻ പറ്റുന്ന കയ്യെത്തും ദൂരത്ത് അവരത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താക്കോല് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അത് എത്ര രൂപ എടുത്തു എന്ന് നമ്മൾ അവിടെ കൃത്യമായിട്ട് പറയാം. അപ്പോൾ അവിടെ ഒരു ഹോണസ്റ്റി അക്കൗണ്ടബിലിറ്റി നമ്മളിൽ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ നീ ഹോണസ്റ്റ് ആയിരിക്കണം, നീ അക്കൗണ്ടബിൾ ആകണം, നീ പൈസ സൂക്ഷിച്ച് ചിലവാക്കാവൂ എന്നവർ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നവർ ഒബ്സർവ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പറഞ്ഞു തന്നു, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്, ഓരോ പൈസയും സൂക്ഷിച്ച് ചിലവാക്കണം. അപ്പം ആ ഒരു രീതിയിൽ അവരത് അവരുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. പേരൻറ്റിങ് ഞാനിപ്പം ഈ സാറിനോട് സംസാരിക്കുന്ന ഈ മൂല്യങ്ങളും എൻ്റെ വാക്കുകളും എല്ലാം എൻ്റെ പേരൻസ് എനിക്ക് തന്നെയാണ്. അവരാണ് എന്നെ ഞാനാക്കിയത്. തീർച്ചയായിട്ടും അത് എവിഡൻ്റ്ലി സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നുകയും ചെയ്യുന്നു. അതുപോലെ ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ അല്ലേ. ഇപ്പോൾ പ്രിപ്പറേഷൻ സർക്കിളിൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഈ ഇമോഷണൽ സപ്പോർട്ടിനപ്പുറത്ത് കമ്പൈൻ സ്റ്റഡിയോ അങ്ങനെ ഒരു കൂട്ടായിട്ട് പഠിക്കുന്ന രീതി, പഠന രീതി ഉണ്ടായിരുന്നു? എൻ്റെ കൂടുതൽ ഫ്രണ്ട്സും UPSC പ്രിപ്പയർ ചെയ്യുന്നവരല്ല. അപ്പം ആ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് കൂടുതലും. എങ്കിലും 2022 പ്രിലിംസിൻ്റെ സമയത്ത് ആൻസർ ചേച്ചിയായിട്ട് ഞാൻ ഇങ്ങനെ പറയും, ചേച്ചിയായിട്ട് മാത്രമാണ് കമ്പൈൻ സ്റ്റഡി എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി. ഇത്തവണ കിട്ടിയപ്പോഴും ചേച്ചി പറഞ്ഞു, അന്ന് ഞാൻ ഇൻ്റർവ്യൂ പോയപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ഈ ഫോട്ടോ നിനക്ക് കിട്ടുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് ആയിട്ടിടാം. അപ്പോൾ ചേച്ചിക്ക് അത്ര വിശ്വാസം. ഞാൻ പറഞ്ഞാൽ ചേച്ചി വെറുതെ എന്തിനാ, പക്ഷേ ചേച്ചിക്ക് ആ ഒരു എനിക്കുള്ളതിനേക്കാൾ എന്നിൽ വിശ്വാസം ചേച്ചിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് വീഡിയോസ് ഇപ്പം ശരത് സാറിനെയാണല്ലോ ഞങ്ങൾ പറഞ്ഞില്ലേ, ആ സ്ട്രാറ്റജി കാണും, അത് ഞങ്ങൾ അപ്ലൈ ചെയ്യും. നിനക്ക് എത്ര മാർക്ക് കിട്ടി, നിനക്ക് കൂടിയോ കുറഞ്ഞോ അങ്ങനെയൊന്നും ഞങ്ങൾ പരസ്പരം ചോദിക്കില്ല. പക്ഷേ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നിനക്കിത് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചി എനിക്ക് കിട്ടി പഠിക്കാൻ പ്രിലിംസിൻ്റെ സമയത്ത്. അതെനിക്ക് ആ വർഷം ക്ലിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചേച്ചി പ്രിപ്പറേഷനിൽ നിന്ന് മാറി ഒരു ബ്രേക്കൊക്കെ എടുത്തു. പക്ഷേ കമ്പൈൻ സ്റ്റഡിയുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല കമ്പൈൻ സ്റ്റഡി പാർട്ണർ അല്ലെങ്കിൽ പെട്ടു. അതുകൊണ്ട് പാർട്ണറിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കാം. തീർച്ചയായിട്ടും. അതുപോലെ ഒരു കാര്യമാണ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ജനറേറ്റീവ് എഐയുടെ കാലത്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, നമുക്കല്ലാതെ ഗൂഗിൾ, യൂട്യൂബിൻ്റെ കാര്യം പ്രത്യേകിച്ച് അഞ്ജലി പറഞ്ഞതുകൊണ്ട് ഒത്തിരി റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അഞ്ജലി എത്ര യൂട്യൂബിൻ്റെ കാര്യമുണ്ട്, ഈ AI പോലത്തെ ടെക്നോളജി ഉപയോഗിച്ചിരുന്നു പ്രിപ്പറേഷനിൽ എപ്പോഴെങ്കിലും? ഏത് സ്റ്റേജിലാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്? സാർ നമുക്ക് AI എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ സ്റ്റേജൊക്കെ ആയപ്പോഴാണ് അത്ര പ്രോമിനൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഈ നമ്മുടെ ഡാഫിൽ ഓരോ ടേംസ് ഇട്ടിട്ട് ഇതിൽ നിന്ന് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം, അതിൽ നിന്ന് ആൻസേഴ്സ് എങ്ങനെ വരാം എന്നൊക്കെ AIയോട് ചോദിക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട് പറഞ്ഞു തരാമായിരുന്നു. അതിനു മുമ്പ് അത്ര അതൊരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ സോഷ്യൽ മീഡിയ, ഇപ്പോൾ നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോൾ ടോപ്പർമാരോട് ചോദിക്കുമ്പം സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അഞ്ജലിയുടെ ഒരു രീതി എന്തായിരുന്നു? സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരുന്നോ, അതോ അത് ഡീആക്ടിവേറ്റ് ചെയ്തിരുന്നോ, അതോ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഇത് ഒരുമിച്ച് കൊണ്ടുവരുന്നു? സർ, അത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ മാറാം. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ സന്തോഷങ്ങൾ എൻ്റെ ക്ലോസ് സർക്കിളിൽ ഷെയർ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷം. അതുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ അത് പലരും പറയുമോ എന്ന് എനിക്കറിയില്ല, നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നും. എല്ലാവരും ഹാപ്പിയാണ്, നമ്മൾ മാത്രം എന്താ ഹാപ്പി അല്ലാത്ത, അങ്ങനെ നമുക്കൊരു ഫീൽ വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ അത്യാവശ്യം നമുക്ക് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ അപ്ഡേഷൻ കിട്ടണേ, ടെലിഗ്രാം ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ അത്യാവശ്യം. അപ്പോൾ അത് മാത്രം ഞാൻ ആക്റ്റീവായിരുന്നു. ചില സമയത്ത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്.
പക്ഷേ ബേസിക് കമ്മ്യൂണിക്കേഷൻ എന്നത് ഉപരിയായി ഞാനങ്ങനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ പോലും ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. നിനക്ക് കിട്ടിയതിന് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും സ്റ്റാറ്റസ് ഇടാം. ഞാനതിൽ അത്ര ആക്റ്റീവ് അല്ല. ഓക്കെ. അതുപോലെ ഇപ്പോൾ പ്രിപ്പറേഷന് ശേഷം ഉറപ്പായിട്ടും അല്ലെങ്കിൽ മെയിൻസ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തായിരിക്കുമല്ലോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി രാഗിമിനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ കാര്യം പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ ഫേസ് ചെയ്യുകയും നമ്മൾ ആ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും പൊതു രംഗത്തേക്കൊക്കെ വരികയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി അഞ്ജലി എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ് എടുത്തിരുന്നു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാര്യം ഒന്ന് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി? ഇൻ്റർവ്യൂവിന് ശരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാൽ ലീഡിൻ്റെ ഷെഡ്യൂൾ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അനിൽ സ്വരൂപ് സാറ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, എന്ന് നമ്മൾ ഒരു പത്രം ആർട്ടിക്കിൾ എടുത്തിട്ട് അത് ഉറക്കെ വായിക്കുക, എന്നിട്ട് കണ്ണാടിയിൽ നോക്കി അത് സ്വന്തം വാക്കിൽ പറയാം. അത് ഞാൻ റെഗുലറായിട്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന പോലെ എന്നും രാവിലെ അത് ഞാൻ ചെയ്തിരുന്നു. അതുകൂടാതെ സാറിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്തിരുന്നു. പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ് മാക്സിമം ഓൺലൈൻ ഓഫ്ലൈൻ ആ ഒരു മാസത്തിനുള്ളിൽ ചെയ്യാവുന്നതിൻ്റെ അത്രയും ഞാൻ ചെയ്തു. കാര്യം എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഫീഡ്ബാക്കിൽ വർക്ക് ചെയ്യാൻ അധികം സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇൻ്റർവ്യൂ ഡേറ്റ് വന്നുകൊണ്ട്. എങ്കിലും ആ ഒരു സംസാരിക്കാനുള്ള പേടി മാറുക എന്നുള്ളത് കൊണ്ട് ഞാൻ പറയും, നമ്മൾ കുറ്റം കേൾക്കാനാണ് ജഡ്ജ് ചെയ്യുന്ന അറിഞ്ഞാലും എന്നും പോകും. അങ്ങനെ അതൊരു വലിയ ഫാക്ടറാണ് അഞ്ജലി. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയ എടുത്തു പറയത്തക്ക ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിരന്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ വിടാതെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് ആലോചിച്ചില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു പാഠമാണ് അല്ലേ? അത് എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവ്മെൻറ്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സെൽഫ് റിഫ്ലക്ഷനും രണ്ടും. ഈ വർഷം ഇപ്പോൾ പ്രിലിമിനറി അടുത്തെത്തി. അപ്പോൾ ഇത്തവണ പ്രിലിമിനറി എഴുതുന്നവർ സിസാറ്റിനും GS-നും എന്തെങ്കിലും സജഷൻസ് അഞ്ജലിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആസ്പിരൻസിന് എന്തായിരിക്കും? ഞാനിത്തവണ എഴുതുന്നില്ല, പക്ഷേ വലിയ സജഷൻ പറയാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാനുള്ള റിസൾട്ടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചിന്ത വരും. കാര്യം നമ്മൾ ടെൻഷൻ അടിക്കരുത്, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കരുതെന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ സ്വന്തം കാര്യമാകുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. അപ്പോൾ സ്വയം പറയാം, ഇതൊക്കെ ചിന്ത വന്നോട്ടെ, അതെല്ലാം അക്നോളജ് ചെയ്യുക, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് മാറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, റിസൾട്ട്, മാർഗ്, അതെല്ലാം അങ്ങനെയാണ്, വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്ന് ഈ ചിന്തകൾ വരുമ്പോൾ നമ്മൾ സ്വയം പറയുക. എന്നിട്ട് അതിൽ നമ്മുടെ കൺട്രോളിൽ ഉള്ളത് എന്താണ്? ഇപ്പോൾ PYQ ചെയ്യുക, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എടുക്കുക, അതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള. പക്ഷേ മാർഗ് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ചിലപ്പം ഭയങ്കര ടോപ്പ് എത്തും, ചിലപ്പോൾ കുഴിയിൽ പോകും. അപ്പം അത് വന്നോട്ടെ, പക്ഷേ നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുക, നമ്മുടെ SWOT അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക, എക്സാമിൻ്റെ ഡിമാൻഡിനനുസരിച്ച് അതിനെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫീഡ്ബാക്ക് പലതും വരും, അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രക്റ്റീവ് ആയത് മാത്രം കേൾക്കുക, മറ്റേത് ഒരു ചെവി കൂടെ കേട്ടാൽ മറ്റേ ചെവി കൂടെ വിടുക. നമ്മൾ അപ്പോൾ ആ കുന്നും കുഴിയൊക്കെ വന്നാലും നമ്മൾ എത്തേണ്ടടുത്ത് എത്താൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കിട്ടും. തീർച്ചയായിട്ടും. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ വിജയം ഒരുപക്ഷെ ഒരു ചെറിയ മധുരമുള്ളൊരു പ്രതികാരത്തിൻ്റെ കൂടി കഥയാണ്. അങ്ങനെ പറയാൻ കാരണം കുട്ടനാട്ടിൽ നിന്ന് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ആരും സിവിൽ സർവൻ്റ് ആവില്ല എന്നൊരു അധ്യാപകൻ പറഞ്ഞതായിട്ട് പറഞ്ഞു. അതിന് കാരണം ഇപ്പം ഞാനാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊന്നും അങ്ങനെ സിവിൽ സർവീസ് രംഗത്തേക്ക് വന്നവർ ഇല്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ കൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഇപ്പോൾ അത് പൂർത്തീകരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അഞ്ജലിക്ക് എന്ത് തോന്നുന്നു യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? ശരിക്കും ഇത് എന്നെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതിനുപരി ഒരു കാറ്റലിസ്റ്റ് ടു ബിക്കം എ ബെറ്റർ വെർഷൻ ഓഫ് മൈസെൽഫ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റം പറഞ്ഞവരെ മിക്കവരും ഇതിനോടകം വിളിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവരോടൊന്നും പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കുറ്റം പറയുന്നവരോട് നമ്മൾ പ്രതികരിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ല. അവർ പറഞ്ഞിട്ട് അവരുടെ വഴിക്ക് പോട്ടെ. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിനൊത്ത് പരിശ്രമിക്കുക. പക്ഷേ നമ്മൾ ഈ ഇപ്പോൾ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയാം, പക്ഷെ നമ്മൾ ഒന്നും അല്ലാതിരിക്കുന്ന സമയത്ത് ആ കുറ്റം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അപ്പം കരയാൻ തോന്നി കരഞ്ഞു. ഞാനും കരഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവരോട് വിളിച്ച്. പക്ഷെ അത് കഴിഞ്ഞ് അവരോട് പ്രതികാരം ചെയ്യുന്നതിനുപരി നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് എത്താൻ എന്ത് ചെയ്യണോ ആ ബേസിക് ഡിമാൻഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ടിലൂടെ ദൈവം അവരോട് പ്രതികാരം വീട്ടിക്കണം. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ ആസ്പിരൻറ്റും നിരവധി കഥകൾ പറയാനുണ്ടാവും. അഞ്ജലിയുടെ കഥ ഒരു നല്ല ഉദാഹരണമാണ്. നമ്മളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് മറ്റൊന്നും കൂസാതെ അതിലേക്ക് വളരെ ഏകാഗ്രതയോടുകൂടി നടന്നെടുക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനും ആ ലക്ഷ്യം ആ സ്വപ്നം മറക്കാതിരിക്കാനൊക്കെയുള്ള ആ ഒരു വലിയ പാഠമാണ് ഈ സംഭാഷണത്തിൽ എനിക്ക് കിട്ടിയത്. എന്തായാലും അഞ്ജലിയുടെ ഈ യാത്ര ഇനി അങ്ങോട്ടും മുമ്പോട്ടും ഒത്തിരി നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഉപകാരമാവുന്ന രീതിയിൽ വളരെ നന്നായി വരട്ടെ എന്ന് മനസ്സ് അറിഞ്ഞ് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് അഞ്ജലി. താങ്ക് യു സർ. Lead IAS, #1 IAS Academy in Kerala.